ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് സൂപ്പർലാറ്റിസ് സ്ട്രക്ചേഴ്സിന്റെ മോഡലിംഗ് മെത്തേഡ് ആണ്. ക്രോണിക് പെനി മോഡൽ ഓഫ് സൂപ്പർലാറ്റിസ് സ്ട്രക്ചർ. അപ്പൊ നമുക്കറിയാം സൂപ്പർലാറ്റിസിന്റെ കറസ്പോണ്ടിങ് ബാൻഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ റിവീൽ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ക്രോണി പെനിങ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പൊ ക്രോണി പെനി എന്ന് പറയുന്നത് ഈ ഒരു മോഡലിംഗ് മോഡൽ ഒരു വെൽ പൊട്ടൻഷ്യൽ ആണ്. ശരിക്കും ക്രോണി പെനിങ് ഇൻ 1931 ഈ ഒരു മോഡൽ നമ്മൾ എക്സിബിറ്റ് ചെയ്തത്. And it's a well potential for superlattice ions for the motion of electrons. And the same model is applicable to all the superlattice structure. And the potential of superlattice is assumed to be of square well type. ഞാൻ ആദ്യമേ പറഞ്ഞു ക്രോണി ആൻഡ് പെനിങ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ് ആണ് ഇത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മോഡൽ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് പറഞ്ഞപ്പോഴേ പറഞ്ഞു ട്രയാങ്കുലറിൽ നിന്നും നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്ത് അതിന്റെ ഡയമെൻഷൻസ് റെഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് ആ വെൽ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? സ്ക്വയർ വെല്ല് വരും. ഈ സ്ക്വയർ വെൽ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫിഗർ നമ്മൾ ഇവിടെ വരച്ചു വെച്ചു, സൂപ്പർലാറ്റിസ് സ്ട്രക്ചർ. അപ്പൊ വെല്ലിന്റെ കറസ്പോണ്ടിങ് ഡയമെൻഷൻ ആണ് ഇത് എ എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ അസ്യൂം ചെയ്യാതെ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതേ വെൽ തന്നെയാണല്ലോ ഇവിടെ. അപ്പൊ അസ്യൂം ചെയ്യുക ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒറിജിൻ ആണ്. ഇതാ വെൽ എ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇപ്പുറത്തെ പോർഷൻ, അതായത് വെല്ലിന്റെ ഇപ്പുറത്തെ അലൂമിനിയം ഗാലിയം ആർസനൈഡ് റീജിയൻ ആണ്. ഈ ഒരു കേസിൽ ആ ബാരിയർ തിക്നെസ് എന്ന് പറയുന്നത് 5 നാനോമീറ്ററിനേക്കാളും ചെറുതാണ്. ഓക്കെ, അപ്പൊ ലെറ്റ് വി നോട്ട്, നമ്മൾ ഇനി കുറച്ച് പാരാമീറ്റേഴ്സ് അസ്യൂം ചെയ്യാണ്. ലെറ്റ് വി നോട്ട് ബി ദ ബാരിയർ ഹൈറ്റ്. നമ്മൾ എന്താണ് ഈ ബാരിയർ ഹൈറ്റിനെ വി നോട്ട് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. ആൻഡ് ലെറ്റ്സ് അസ്യൂം ദാറ്റ് the total energy E of the electron is less than the barrier height V naught. അപ്പൊ നമ്മൾ ഇനിഷ്യലി അസ്യൂം ചെയ്യാണ് ടോട്ടൽ എനർജി ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ ക്യാപിറ്റൽ വി നോട്ട് എന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഫിഗർ വെച്ച് വേറെ എന്തൊക്കെ പറയാം? നമുക്ക് വെൽ തിക്നെസ് എത്രയാണ്? ഇതാണ് വെല്ലിന്റെ തിക്നെസ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ. ബാരിയർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ബാരിയർ. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ബി. അങ്ങനെയാണെങ്കിൽ സ്പേഷ്യൽ പീരിയോഡിസിറ്റി, അത് റിപ്പീറ്റ് ചെയ്യുന്ന സൈക്കിൾ, അതായത് എ പ്ലസ് ബി ആണല്ലോ. ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഇതിനെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 കേസസ് ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ്, ഇത് വെൽ റീജിയൻ. നമ്മൾ വെൽ റീജിയൻ എടുത്തു. ഇതാണല്ലോ വെൽ റീജിയൻ. ഏതാ ഡയമെൻഷൻ? 0. നമ്മൾ ഈ എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണല്ലോ. അപ്പൊ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. ആ എക്സിന്റെ വാല്യൂ ഏതിന്റെ ഇടയിലാണ് ലൈ ചെയ്യുന്നത്? 0യ്ക്കും എന്റെ ഇടയിൽ. വെൽ റീജിയൻ അല്ലെ കേസ് 1. ആ സമയത്ത് വി എന്താണ്? 0 ആണ് ഇല്ലേ? ഈ സമയത്ത് നോക്ക്, ഈ സമയത്ത് വിന്റെ വാല്യൂ എന്താണ്? വി 0 അല്ലേ? ഇവിടെയൊക്കെ വി ഹൈ വാല്യൂ ആണ്, പക്ഷെ ഇവിടെ നോക്ക് ലോ സൈഡ് അല്ലേ? അപ്പൊ വി എന്താണ്? 0 ആണ്. സോ യൂസിങ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ, നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. d square psi1 by dA square plus 2m by h cap square into e minus capital V into psi1 equal to 0. അപ്പൊ take this as equation 1. ഇതിനകത്ത് ഇനി എന്ത് ചെയ്യണം? ഈ വിന്റെ വാല്യൂ, ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്, അതിനകത്ത് വിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് അത് 0 ആയി പോവില്ലേ? അപ്പൊ ആദ്യത്തെ ടേം അങ്ങനെ തന്നെ, രണ്ടാമത്തെ ടേമിനകത്ത് ഇ മൈനസ് 0 ഇൻറ്റു psi1 ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ ഇ മൈനസ് 0 ഇസ് ഇ ഇറ്റ്സെൽഫ് അല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ടേം അങ്ങനെ വെച്ചു. അതിനകത്ത് നമ്മൾ ഈ psi1 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ടേംസിനെയും നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? നമ്മൾ k0 സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ വരും. d square psi1 by dx square plus k0 square into psi1 equal to 0. അപ്പൊ ഈ ഒരു ഇക്വേഷന് ഇതിനെ നമ്മൾ ടേക്ക് ഇറ്റ് as 2 എന്ന് എടുത്തു. അപ്പൊ ആ രീതിയിൽ റീപ്ലേസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇനി ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫർദർ അതിന്റെ സൊല്യൂഷൻ ഒക്കെ എടുത്ത് മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് psi1 as a into e raised to i k0 x plus b e raised to i minus i k0 into z എന്ന് കിട്ടും. ഓക്കെ, z അല്ല, സോറി, ഇത് x തന്നെയാണ്. സോ psi1 എന്താണ്? a e raised to i k0 x plus b e raised to minus i k0 x. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ കേസിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുന്നത് ബാരിയർ റീജിയൻ ആണ്.
ബാരിയർ റീജിയൻ എവിടെ തൊട്ട് എവിടെ വരെ ലൈ ചെയ്യുന്നത്? -b to 0 ആണ്. അപ്പൊ -b to 0 എക്സിന്റെ വാല്യൂ. അപ്പൊ ആ സമയത്ത് വിയുടെ വാല്യൂ എന്താണ്? നമ്മൾ ആദ്യമേ പറഞ്ഞു v0 ആണ് അല്ലേ? സോ ഇനി നമ്മൾ അതേ ശ്രോഡിംഗർ വേവ് ഇക്വേഷൻ എടുത്തു. അതിനകത്ത് എന്ത് ചെയ്തു? നമ്മള് സെക്കൻഡ് കേസ് ആണല്ലോ, നമ്മൾ ഈ ഇക്വേഷന് റീപ്ലേസ് ചെയ്യാണ്. ഇതേ ഇക്വേഷൻ എടുത്തു, നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്റ്റെഡ് ഓഫ് ψ1 നമ്മൾ ബാരിയർ കേസ് ആണ്, അപ്പൊ ബാരിയറിൽ നമ്മൾ ψ2 എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ we can replace the equation like d square ψ2 by dx square plus 2m by h cap square into e minus capital V naught ആണ് അല്ലേ? ക്യാപിറ്റൽ V naught into ψ2 ആണല്ലോ. ഇനി ഇതിനകത്തുനിന്ന് ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചെഴുതുവാണ്. V naught minus e. അപ്പൊ എനിക്ക് എന്ത് കോമൺ എടുക്കണം? മൈനസ് കോമൺ എടുക്കണം. അപ്പൊ ഞാൻ മൈനസ് കോമൺ എടുത്താൽ പോരെ? അപ്പൊ ബാക്കി എനിക്ക് ഇങ്ങനെ കിട്ടത്തില്ലേ? അപ്പൊ for e less than V naught, E എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എനർജി ആണ്. V naught എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. അപ്പൊ E എന്ന് പറയുന്നത് V naught-നേക്കാൾ ചെറുതാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ ഒരു ടേമിനെ മൊത്തത്തിൽ V naught into അതിൽ 2m by h cap square into V naught minus E നെ നമ്മൾ എന്തായിട്ട് എടുത്തു? Q square ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാലോ. അപ്പൊ we will get this equation. Okay. അപ്പൊ ഇതിന്റെ ഫർദർ നമ്മൾ എന്ത് ചെയ്യും? മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ you will get the solution as ψ2 equal to, സോൾവ് ചെയ്ത് ψ2 ഒക്കെ കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ ആ ഇക്വേഷൻ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. c into e raised to qx plus d into e raised to minus qx. അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള കോൺസ്റ്റന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. എന്ത് വെച്ച്? ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോ നമുക്കറിയാം v ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. സോ ψ1 equal to ψ2 at x equal to 0 ψ1 ഉം ψ2 ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അത് x equal to 0 ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സും x equal to 0 ഈക്വൽ ആണ്. ഇതെല്ലാം നമ്മൾ പണ്ട് മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സിമിലർലി ψ1 at x equal to a യിലുള്ളത് ψ2 at x equal to -b യിലും ഈക്വൽ ആണ്. ഓക്കെ. അപ്പൊ ψ1 at x equal to a, ആ ഫിഗർ ഒന്ന് എടുക്കാം. x equal to a എവിടെയാണ്? x equal to ψ1 at x equal to a, ഈ പോയിന്റ് അല്ലെ? ഈക്വൽ ടു ψ2 at x equal to -b അല്ലെ? ഇവിടെ ഉള്ളത് ഈക്വൽ അല്ലേ? രണ്ടും വെല്ല് തന്നെ അല്ലേ? വേറെ വെല്ലാണെന്നല്ലേ ഉള്ളൂ. എനിവേ അത് വെല്ല് തന്നെ അല്ലേ ഉള്ളൂ? വെല്ല് തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ we can say അതിന്റെ ഡെറിവേറ്റീവ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്ലൈയിങ് കണ്ടീഷൻ 7 and 8. അതായത് എന്താണ് 7? ψ1 equal to ψ2 equal to ψ1 equal to ψ2 at x equal to 0. So applying the 7 and 8 in equation to 3 and 6, നമുക്ക് എന്ത് കിട്ടും? a plus b equal to c plus d എന്ന് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ on rearranging you will get dou ψ2 by dou ψ1 by dou x equal to I k naught into this value. അതേപോലെ നമുക്ക് എന്തും കിട്ടും? dou ψ2 by dou x equal to q into this value. Okay. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും? x equal to 0 കൊടുക്കും. അപ്പൊ x equal to 0 നമുക്ക് at x equal to 0 എന്ത് കിട്ടും? നമുക്ക് ഈ I k naught into a minus b equal to q into എന്ത് കിട്ടും? c minus d എന്ന് കിട്ടും. ഓക്കെ. രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ പോരെ? കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ആദ്യത്തെ കണ്ടീഷൻ അതിന്റെ ഡെറിവേറ്റീവും ഈക്വൽ ആണെന്ന് പറഞ്ഞതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ടും ഇക്വേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ എടുത്ത് അനലൈസ് ചെയ്യുന്നത്. ഇനി വേറൊരു കൺസെപ്റ്റ് ഇതിനകത്ത് തന്നെ വരുന്നതാണ് ബ്ലോച്ച്സ് തിയറം. അപ്പൊ എന്താണ് ബ്ലോച്ച്സ് തിയറം? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് സൊല്യൂഷൻ ഓഫ് Schrödinger ഇക്വേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ എ പീരിയോഡിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അതായത് Schrödinger ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് എന്ത് വേണം? അതിനകത്ത് സൊല്യൂഷൻ വേണം. ഇറ്റ് ഈസ് ഈക്വൽ ടു the product of a function with the period of lattice and plane wave equation. അപ്പൊ എന്താണ് പറയണത്? ഈ ഒരു ബ്ലോച്ച് തിയറം ആണ് ശരിക്കും Schrödinger വേവിന്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ തരുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? It is the product of function with the period of lattice, അതായത് കറസ്പോണ്ടിങ് ലാറ്റിസിന്റെ കറസ്പോണ്ടിങ് പീരീഡ് ഈ 5k of x ഉം പിന്നെ എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് പ്ലെയിൻ വേവ് ഇക്വേഷൻ. സോ അത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആസ് പെർ
പ്ലോട്ട്സ് തിയറം നമുക്ക് ഈ ഷ്രോഡിംഗർ വേവിന്റെ സൊല്യൂഷൻ കിട്ടും. പീരിയോഡിസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡി ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ യൂസിങ് ദിസ് കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5k ഓഫ് എക്സ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇതിന് നമുക്ക് ഇതാണ് കിട്ടേണ്ടത് ശരിക്കും. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? psi k of x equal to psi k of x plus a plus b into ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു മൈനസ് എക്സ്പൊണൻഷ്യലിനകത്ത് കൊടുത്താൽ മതിയല്ലോ, അതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം? നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് psi 1 at x equal to a, അതേപോലെ x equal to minus b എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഫോമിൽ കിട്ടാൻ വേണ്ടി, അതായത് നേരത്തെ പറഞ്ഞത് ഇക്വേഷൻ നമ്പർ 9 ഉം 10 ഉം. ഓക്കെ, ഓരോന്നും എഴുതി പോണേ. ആ ഒരു ഫോമിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇനി എന്ത് ചെയ്തു? എക്സ് ഈക്വൽ ടു മൈനസ് ബിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇതേ ഇക്വേഷനിൽ നമ്മൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ യു വിൽ ഗെറ്റ്, എവിടെയൊക്കെ എക്സ് ഉണ്ടോ എന്ത് ചെയ്യണം? മൈനസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? പുട്ടിങ് എക്സ് ഈക്വൽ ടു മൈനസ് ബി ആൻഡ് എക്സ് ഈക്വൽ ടു എ ഇൻ ഇക്വേഷൻ 6 ആസ് വെൽ ആസ് 2. നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 6 എന്താണ് പറയണത്? psi 2 equal to c into e raised to qx plus d into e raised to minus qx അല്ലേ? അപ്പൊ എക്സിന് എന്ത് കൊടുത്തു? മൈനസ് ബി കൊടുത്തു. ഓക്കെ, അത് ചെയ്ത് തന്നെ പോണേ. ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എടുക്കുകയാണ്. ഇനി ഇക്വേഷൻ നമ്പർ 2 നിങ്ങൾ ആ പ്രീവിയസ് ഇക്വേഷൻസ് കൂടി എടുത്തു വെക്കണം. അപ്പൊ psi 1 അല്ലേ? അപ്പൊ psi 1 ഇക്വേഷൻ നമ്പർ നമ്മുടെ 9th ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. psi 1 at x equal to a equal to psi 2 at x equal to minus b. പക്ഷെ psi 1 psi 2 എവിടെയാണ് കിടക്കുന്നത്? psi 1 കിടക്കുന്നത് ഇക്വേഷൻ നമ്പർ 3ലും അതേപോലെ psi 2 കിടക്കുന്നത് ഇക്വേഷൻ നമ്പർ 6ലും. അതിൽ നമ്മൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. നമ്മൾ അതിനെ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് പാരാമീറ്റേഴ്സ് കിട്ടുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഇക്വേഷൻ 11, 12, 14 ആൻഡ് 15. ഓക്കെ, ചെയ്ത് നോക്കണേ. ഞാൻ ഇൻ ബിറ്റ്വീൻ ഉള്ള സ്റ്റെപ്സ് പറഞ്ഞിട്ടില്ല, ചെയ്ത് നോക്കണം. അതിനെ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ എ ബി സി ഡി പാരാമീറ്റേഴ്സ് കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനെ മെട്രിക്സിന്റെ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സെപ്പറേറ്റ് ദ വാല്യൂ എ ബി ആൻഡ് സി ഡി. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് എബോവ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ഒരു നോൺ ട്രിവിയൽ ഇക്വേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ സൂപ്പർലാറ്റിസ് സ്ട്രക്ചേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രോണിക് പെന്നി സൊല്യൂഷൻസ് കിട്ടും. ക്ലിയർ ആയോ? നെക്സ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? സൂപ്പർലാറ്റിസ് സ്ട്രക്ചേഴ്സിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഈ ഫർദർ അനലൈസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന എനർജി വേഴ്സസ് വേവ് വെക്ടർ ഗ്രാഫ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് EK ഗ്രാഫ് ഓഫ് ഇലക്ട്രോൺ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ ദ സൂപ്പർലാറ്റിസ് സ്ട്രക്ചർ ലൈക്ക് ദിസ്. അപ്പോൾ ഒരു സൂപ്പർലാറ്റിസ് സ്ട്രക്ചറിനകത്തൂടെ ഇലക്ട്രോൺ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് എനർജി വേഴ്സസ് വേവ് വെക്ടർ ഗ്രാഫിന്റെ ഒരു റെപ്രസെന്റേഷൻ ഈ രീതിയിലായിരിക്കും. ആൻഡ് ദ സൊല്യൂഷൻ എക്സിസ്റ്റ് ഫോർ സർട്ടൻ വാല്യൂസ് ഓഫ് കെ. ചില കെയുടെ വാല്യൂസിന് മാത്രമേ ഈ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് ദ മോഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ എ സൂപ്പർലാറ്റിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ band of allowed energy separated by forbidden regions. ഇനി എന്റെ എക്സ്റ്റെൻഡഡ് ബാൻഡ് ഡയഗ്രാം എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് ബാൻഡ് ഡയഗ്രാമത്തിനകത്ത് ഇതേപോലെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? എനർജി വേഴ്സസ് വേവ് വെക്ടർ ഡയഗ്രാം എടുക്കുവാണെങ്കിൽ we will get the figure like this. Okay, so energy spectrum is divided into allowed bands and forbidden band. ഇവിടെ നമുക്ക് എനർജി സ്പെക്ട്രം എവിടെയൊക്കെയാണ് ഉള്ളത്? allowed ബാൻഡിലും ഉണ്ട്, forbidden ബാൻഡിലും ഉണ്ട്. This is known as the reduced first Brillouin zone എന്ന് പറയുന്നത്. Okay, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? reduced first Brillouin zone എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് occurrence of forbidden gap on barrier thickness. അപ്പോ എങ്ങനെയാണ് ബാരിയർ തിക്നെസ്സിൽ അല്ലെങ്കിൽ ഫോർബിഡൻ ഗ്യാപ്പ് ബാരിയർ തിക്നെസ്സിലൊക്കെ എങ്ങനെയാണ് അത് ഒക്വർ ചെയ്യുന്നത്?
The occurrence of forbidden gap on barrier thickness is shown below. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. The graph corresponds to aluminum gallium arsenide heterostructure when under conditions എന്ന് പറയുന്നത് E less than V0 യും അതേപോലെ A equal to B കണ്ടീഷനിലാണ് ആ corresponding graph കാണിച്ചിരിക്കുന്നത്. So this is the variation of allowed bandwidth against the thickness of the barrier. അപ്പൊ ഇതെന്ന് പറയുന്നത് corresponding band along with the നമ്മുടെ ഈ ഒരു x axis എന്ന് പറയുന്നത് barrier thickness ആണ്. അങ്ങനെയാണെങ്കിൽ when the barrier thickness is greater than 6 nanometer, the allowed band and forbidden bands disappear. എന്തുകൊണ്ടാണ് ഈ greater than 6 nanometer വരുന്ന സമയത്ത് ആ corresponding thickness barrier thickness greater than 6 nanometer-നേക്കാളും കൂടുതൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഗ്യാപ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ബാൻഡും ആ ഫോർബിഡൻ റീജിയൻസ് ഒക്കെ ഡിസപ്പിയർ ചെയ്യും. കാരണം നമ്മൾ സൂപ്പർ ലാറ്റിസ് സ്ട്രക്ചർ അല്ല ഡീൽ ചെയ്യുന്നത്. അതിനകത്ത് എപ്പോഴും ബാരിയർ തിക്നെസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 5 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ Brillouin zone. എന്താണ് Brillouin zone എന്ന് പറയുന്നത്? It is a representation of permitted value of K of electrons in the periodic lattice. അപ്പോൾ the permitted value of K in an allowed state is known as the Brillouin zone. ആ K'ക്കകത്ത് എത്രത്തോളം, അതായത് അലൗഡ് ബാൻഡിൽ എത്രത്തോളം വാല്യൂ ഓഫ് K പെർമിറ്റഡ് ആണ്, അതാണ് ശരിക്കും എന്ത് പറയുന്നത് Brillouin zone എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് Brillouin zoneന്റെ റേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആദ്യത്തെ റേഞ്ച് എന്ന് പറയുന്നത് -π/a to π/a ആണ് അല്ലേ? അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ശരിക്കും എടുക്കുന്നത്? നമ്മൾ തൊട്ട് മുന്നത്തെ ഫിഗർ എടുക്കുവാണെങ്കിൽ, ഒരു സെക്കൻഡ്, ഈ ഫിഗർ എടുക്കുവാണെങ്കിൽ -π/a to π/a ആണ് ആദ്യത്തെ സോൺ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്? നമുക്ക് ഇങ്ങനെ പറയാം, π/a തൊട്ട് 2π/a വരെ ഒരു സോണും അതേപോലെ -π/a തൊട്ട് -2π/a എന്ന് പറയുന്ന രണ്ടാമത്തെ സോൺ. അപ്പൊ രണ്ടാമത്തെ സോൺ ഏതാണ്? ഈ റീജിയനും ഈ റീജിയനും. മൂന്നാമത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ റീജിയനും വരും, അതേപോലെ ഈ റീജിയനും വരും. സോ അങ്ങനെ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ Brillouin zone നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെ the most important feature of chronic penning model is the prediction of band structures in superlattice structure. സോ ഇതിനകത്ത് നമുക്ക് സൂപ്പർലാറ്റിസിനകത്ത് ബാൻഡ് സ്ട്രക്ചേഴ്സ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ക്രോണിക് പെന്നി മോഡൽ വെച്ച് നമുക്ക് കിട്ടുന്ന ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് ഒരുപാട് മിനി ബാൻഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കുവാണെങ്കിൽ, ഈ ഒരു കേസിൽ നോ ബാൻഡ്സ് ഓഫ് ഫോംഡ് വിത്ത് ലാർജർ ബാരിയർ തിക്നെസ് ഇൻ വെൽ. അപ്പൊ നമുക്കറിയാം, ഒരു നോർമൽ മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് എല്ലാം ഒരേ എനർജി ലെവലാണ്, പ്രത്യേകിച്ച് ബാരിയേഴ്സ് ഒന്നും അല്ലെങ്കിൽ ബാൻഡ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ബട്ട് സൂപ്പർ ലാറ്റിസ് സ്ട്രക്ചർ ഇവിടെ എന്ത് ചെയ്തു? ഈ ബാരിയർ തിക്നെസ് റെഡ്യൂസ് ചെയ്തു. ലെസ് ദാൻ 5 നാനോമീറ്റർ എടുത്ത സമയത്ത് എന്ത് സംഭവിക്കും? Multiple mini bands are formed in the superlattice when the barrier thickness is small. അതിന്റെ ഒരു illustration ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Okay, next one, zone folding. അപ്പൊ എന്താണ് zone folding? A superlattice consists of materials with lattice constant A and B has a period of A+B. നമ്മൾ പറഞ്ഞതാണ് സ്പേഷ്യൽ ആ periodicity എന്ന് പറയുന്നത്. Thus the first Brillouin zone edge of such a superlattice is given by, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ superlattice structure corresponding ആയിട്ടുള്ള parameter is given by 2π/a+b, indicating that larger unit cell results in smaller Brillouin zone. എന്താണ്? ഏരിയ കൂടുതലാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന Brillouin zoneന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. In other words, we can say Brillouin zones of bulk material 2πa and 2πb are folded into smaller zones with 2π divided by a+b in a superlattice, and this method is known as in the zone folding എന്ന് പറയുന്നത്. Okay, short answer ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോ ഇതാണ് സോൺ ഫോൾഡിംഗിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഷോസ് ദ ഡോട്ടഡ് കർവ് ഷോസ് ദ സോൺ ഫോൾഡിംഗ് ബാൻഡ്സ്. ഇതൊക്കെ അതിന്റെ കറസ്പോണ്ടിങ് സോൺ ഫോൾഡിംഗ് ആണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ആക്സിസിൽ ഈ ഒരു ഇമേജ്, ഇതിപ്പോ ഡയറക്ട് ഗ്യാപ് സെമി കണ്ടക്ടർ ആണ്. ഈ ഒരു പോയിന്റ് വെച്ച് ഇതിനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇത് ഒരു പേപ്പർ ആയിട്ട് അസ്യൂം ചെയ്യാം. അതിന്റെ സെന്ററിൽ വെച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ് ഇങ്ങോട്ടേക്ക് ഓവർലാപ്പ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു പോർഷൻ ഇങ്ങോട്ടേക്ക് ഡോട്ടഡ് ലൈനിലേക്ക് ഓവർലാപ്പ് ചെയ്യും.
Similarly, this is for an indirect gap semiconductor. The above figure shows the energy band structures of direct and indirect band gap semiconductors. So we can consider that we have two semiconductors with similar electronic properties, and that a superlattice with monoatomic layer are grown by the layer. Therefore, the energy band structure is zone folded at a point 2 pi by 2a. Appa ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് അത് സോൺ ഫോൾഡ് ചെയ്യുന്നത്? 2 pi by 2a as shown by the dotted lines, dotted curves. It is to be pointed out that the use of superlattice make it possible to control the energy band structures to produce new properties. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സോൺ ഫോൾഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെറ്റീരിയൽസ് അതിന്റെ കറസ്പോണ്ടിങ് ബാൻഡ് ഗ്യാപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് പുതിയ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു അതിൽ നിന്ന് നമുക്ക് ന്യൂ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സോൺ ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് അതിന്റെ ഒരു ഇലസ്ട്രേഷൻ, സോൺ ഫോൾഡിംഗിന്റെ ഒരു ഇലസ്ട്രേഷൻ ആണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഇനീഷ്യലി അസ്യൂം ചെയ്യുക ഇതാണ് കറസ്പോണ്ടിങ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന പാത്ത്. അപ്പൊ നമ്മൾ ഇതെന്താണ് പൈ ബൈ 2a, അപ്പൊ ഇതെന്താണ് പൈ ബൈ a എന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ ജസ്റ്റ് എന്താണ് സോൺ ഫോൾഡിംഗ് എന്നുള്ള ഒരു ഇലസ്ട്രേഷൻ നോക്കാം. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഈ പൈ ബൈ എയില് ഞാൻ ഈ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ എന്റെ ഒറിജിൻ അല്ലെങ്കിൽ എന്റെ ബേസ് പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, എനർജി വേഴ്സസ് വേവ് വെക്ടർ ഗ്രാഫ് തന്നെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇനി ഇത് ഈ പൈ ബൈ 2a ഈ പോയിന്റ് വെച്ചിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫോൾഡ് ചെയ്യുന്ന വെച്ചാൽ നേരെ ഇരുന്ന സാധനത്തിന് ഞാൻ എടുത്ത് എന്ത് ചെയ്യാണ്? ബെൻഡ് ചെയ്യാണ്. ഓക്കെ, ബെൻഡ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്ന് ഈ ബുക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്ന പോലെ, ബുക്ക് ക്ലോസ് ചെയ്യുന്ന മറയ്ക്കുന്ന പോലെ പേജ് മറിക്കുന്നതാണ് ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഓരോ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് എടുത്ത് അത് ക്ലോസ് ചെയ്തു. കംപ്ലീറ്റ് ക്ലോസ് ചെയ്തപ്പോ എന്ത് പറ്റി? ആ ഒരു ലൈൻ എന്താണ്? നോക്ക്, ആ ഇവിടെ വന്ന ലൈൻ ഇതിന്റെ മുകളിലേക്ക് വരും. ആ ഒരു ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ തന്നെയാണ് നമ്മൾ നേരത്തെ എന്ത് ചെയ്തത്? ഡോട്ടഡ് ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ബാൻഡ്സിനെ ബെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ് ആണ് എന്ത് നമ്മള് സോൺ ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്താ പറയാ, സൂപ്പർലാറ്റിസ് സ്ട്രക്ചേഴ്സിന് മാത്രമേ ഫീസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.